എന്നാലോ നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃദാസൻ വെക്കേഷനിലായിരിക്കുന്നു. അവർ കുടുംബമായി ആയിരിക്കുന്നിടത്ത് ദൈവം അനുഗ്രഹിച്ചു പുലർത്തട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ ഈ ആരാധന നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേക്തൻ പാസ്റ്റർ സഹായം, ഇന്നത്തെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന അലക്സ് ബ്രദർ, ഹെബ്രോനിലെ കൂട്ടുവിശ്വാസികൾ, കുഞ്ഞുങ്ങൾ ഏവർക്കും വേഗം വരുന്നവനായ കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്ന സങ്കീർത്തനം 142 സങ്കീർത്തനമാണ്. അതിൻ്റെ ശീർഷകത്തിൽ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നു, ദാവീദിൻ്റെ ഒരു ധ്യാനം, അവൻ ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന. ഹല്ലേലൂയ. ശത്രുവിൻ്റെ ഭയത്താൽ മരണഭയം ഉള്ളിൽ വന്നപ്പോൾ ഓടി അഭയം പ്രാപിച്ചതാണ് ഗുഹയിൽ. 2 ഗുഹയിലാണ്. ഒന്ന് അതുല്ലാം ഗുഹ, വേറൊന്ന് എൻ ഗദീം മരുഭൂമിയിലുള്ളൊരു ഗുഹ. ഇവിടെ ഇരുന്നിട്ടാണ് അവൻ ഈ സങ്കീർത്തനം എഴുതിയത്. അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഞാൻ യഹോവയുടെ ഉറക്കം നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. ഞാൻ യഹോവയുടെ ഉറക്ക നിലവിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശത്രുവായാലുള്ള ഭയം ഉള്ളിൽ വന്നപ്പോൾ അവൻ ഗുഹയിൽ ഒളിച്ചിരുന്നുകൊണ്ട് സർവശക്തനായ ദൈവത്തോട് തൻ്റെ വിഷമങ്ങൾ ഇറക്കി വെക്കുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ കാണുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അങ്ങനെ ദാവീദ് അവിടം വിട്ട് അതുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. ഗുഹയിൽ മറ്റാരുമില്ലാത്തത് കൊണ്ട് അവൻ ഉറക്കെ അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും തൻ്റെ വിഷമങ്ങൾ കരച്ചിലായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് സംഖ്യാപുസ്തകത്തിൽ പറയുന്നു, എന്ത് വായിച്ചാട്ടെ, 10:9 സംഖ്യാപുസ്തകം. നിങ്ങളുടെ നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ മുമ്പേ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളമുതേണം. ഹല്ലേലൂയ. ഇന്ന് ഈ ആരാധനയിൽ കടന്നു വന്ന ഓരോ ജനം ഓരോ വിഷമത്തിലും പ്രയാസത്തിലും ഒക്കെയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈ ദേശത്ത് നിർത്തത്തില്ല എന്ന് വാദിക്കുന്ന ഒരു ദേശത്തിൻ്റെ ശക്തി അത് ജോലി ഇല്ലാതാക്കുകയും സാമ്പത്തികമായി തകർക്കുകയൊക്കെ ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഉപരിപഠനം, അതുപോലെ അവരുടെ ഉപജീവനം, അവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സമായി ദേശശക്തികൾ, അന്ധകാര ശക്തികൾ നിൽക്കുകയാണ്. രോഗത്താൽ അതിലൊക്കെ ഉപരിയായി ശുശ്രൂഷയിൽ മുമ്പോട്ട് വിടുകയില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന ഒരു ശക്തിയുടെ അടുക്കൽ നമ്മൾ, ഹല്ലേലൂയ, നമ്മളും ഒരു ഗുഹയായ ഈ ആലയത്തിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉച്ചത്തിൽ കാഹളമൂതണം. ഹല്ലേലൂയ. നമ്മുടെ ഓരോ സ്തുതി സ്തോത്രങ്ങൾ ദൈവസന്നിധിയിൽ ഉച്ചത്തിലെത്തണം. ഹല്ലേലൂയ. ഉച്ചത്തിലെത്തുമ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കുന്ന യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ യഹോവ നമ്മളെ, ഹല്ലേലൂയ, സ്തോത്രം, ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും വീണ്ടെടുക്കുന്നവനാകും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ മുമ്പിൽ നിന്നും ദൈവം അവരെ വീണ്ടെടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എൻ്റെ 3-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. എന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്കൊരു കെണി ഒളിച്ചു വെച്ചിരിക്കുന്നു. എൻ്റെ പാതയെ അറിയുന്നു. ഹല്ലേലൂയ. ഗുഹയിലായിരുന്നപ്പോൾ മുമ്പോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെട്ട് പാത അടച്ച്, ഹല്ലേലൂയ, ശത്രു നിൽക്കുമ്പോൾ
അവൻ അത്യുച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എന്നാൽ സർവശക്തനായ യഹോവ ശത്രുവിനെ അവൻ്റെ മുൻപാകെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, ശൗൽ ഫെലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്ന് ദാവീദും അവൻ്റെ കൂട്ടരും എൽഗദീം മരുഭൂമിയിലുണ്ടെന്ന് അറിവ് കിട്ടിയപ്പോൾ ഇസ്രയേലിൽ നിന്ന് തിരഞ്ഞെടുത്ത 30,000 പടയാളികളെയുമായി ഈ ദാവീദിനെയും അവൻ്റെ അനുയായികളെയും പിടിക്കുവാൻ അവർ വന്ന് ഹല്ലേലൂയ ഈ എൻഗദി മരുഭൂമിയിലും പാറക്കെട്ടുകളിലും കുന്നുകളിലും ഒക്കെ തിരയുകയാണ്. എന്നാൽ ഹല്ലേലൂയ, കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ ഹല്ലേലൂയ, തൻ്റെ അഭിഷക്തനെ ദൈവം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആർക്കും കാണുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ അന്വേഷിച്ചിട്ട് ക്ഷീണിച്ചിട്ട് ശൗൽ അവിടെ കണ്ട ഗുഹയിലേക്ക് പോയി വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദാവീദും അവൻ്റെ അനുയായികളും ആ ഗുഹയിൽ തന്നെ ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ അവൻ്റെ അനുയായികൾ അവനോട് പറയുന്നൊരു വാക്യമാണ് 1 ശമൂവേൽ 24:4 വായിച്ചാട്ടെ. ദാവീദ് സ്തോത്രം മതി. സ്തോത്രം. ദാവീദിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് അവൻ്റെ ആൾക്കാർ അവനോട് പറഞ്ഞത്, ഹല്ലേലൂയ, നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് അഭിഷക്തൻ്റെ മേലങ്കി മുറിച്ചെടുക്കുകയാണ്. പിന്നത്തേതിൽ അവൻ കുത്തുകൊണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളും ഇതുപോലൊക്കെ തന്നെയാണ്. അഭിഷക്തന്മാർക്കെതിരെ നമ്മൾ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, അവരെ സംസാരിക്കുന്നു, അവരെ കുറ്റവിചാരണ ചെയ്യുന്നു. എപ്പോഴെങ്കിലും നമുക്ക് ആ കുത്ത് നമ്മുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടോ? അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവരും മനുഷ്യരാണ്. അവരിൽ കുറവുകൾ ഉണ്ടാകാം. ചിലർക്ക് ധനമോഹം ഉണ്ടാകാം, ചിലർക്ക് അധികാരത്തിൻ്റെ ഉണ്ടാകാം, ചിലർക്ക് അഹങ്കാരവും ഗർവവും ഉണ്ടാകാം. എന്നാൽ ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ നമുക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ കൊടുക്കുക. നമ്മൾ തിരഞ്ഞെടുക്കുന്ന MLA-മാർ, MP-മാരൊക്കെ അവരെ നമ്മൾ അവരുടെ വഴി തടയുകയോ അവർക്കെതിരെ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വാറണ്ടില്ലാത്ത അറസ്റ്റാണ് ഉണ്ടാകുന്നത്. ജാമ്യം ലഭിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ഭൂമി അണ്ഡകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ദാസന്മാരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സക്കറിയാവ് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ അഭിഷക്തൻ്റെ മേൽ വിരൽ ചൂണ്ടുമ്പോൾ ദൈവം പറയുകയാണ്, നീ എൻ്റെ മേൽക്കാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത്, എന്നെയാണ് നീ കുറ്റം പറയുന്നത്. ഹല്ലേലൂയ. അതാണ് ശൗൽ തൻ്റെ സർത്തോസുകാരനായ ശൗൽ, അതായത് പൗൽ, തൻ്റെ ജനത്തെ പീഡിപ്പിച്ചപ്പോൾ കർത്താവ് പറയാണ്, ശൗലേ ശൗലേ, നീ എന്നെ എന്തിനാണ് പീഡിപ്പിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ജനത്തെ പീഡിപ്പിച്ചപ്പോൾ കർത്താവ് പറയാണ്, എന്നെയാണ് നീ പീഡിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, ദൈവമക്കൾക്കെതിരെ നമ്മൾ ചിന്തിക്കുന്ന പ്രവർത്തിക്കുമ്പോൾ അത് നമ്മൾക്കുള്ള അനുഗ്രഹത്തിൻ്റെ തടസ്സമാണ്. നമ്മളിലൊരു മനസ്താപമുണ്ടാകണം. നമ്മൾ ഓരോ പറയുന്ന വാക്കിനും നമ്മൾ മറുപടി കൊടുക്കണം. നമ്മൾ ദൈവമക്കളാണ്. നമ്മുടെ വാക്കിന്, നമ്മുടെ നാവിന് അധികാരം ദൈവം തന്നിട്ടുണ്ട്. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. ഹല്ലേലൂയ. അതിന് ഓരോന്നിനും മറുപടി നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാൽ അതിൻ്റെ 2-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. അവന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. സ്തോത്രം. അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു. ദാവീദിന്റെ 62-ാം സങ്കീർത്തനത്തിൽ പറയുന്നു,
ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുക. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുന്നിൽ പകരുക. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ശൗമേലിൻ്റെ പുസ്തകത്തിൽ കാണുമ്പോൾ ഒരു സഹോദരി ഇതുപോലെ തന്നെ തൻ്റെ പ്രതിയോഗിയായ പെനീനെ കൊണ്ട് ഹല്ലേലൂയ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ അനുഭവിച്ച് മനം തകർന്ന് വേദനയോടെ ആലയത്തിൽ വന്നിരുന്ന് അവൾ കരയുകയാണ്. അവിടെ വിഷമം കൊണ്ട് അവിടെ അതരങ്ങൾ ചലിക്കുന്നതല്ലാതെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഇത് കാണുന്ന സഭാശുശ്രൂഷൻ അവളോട് പറയുകയാണ്, നീ വീഞ്ഞു കുടിച്ചു മത്തയായിരിക്കുന്നു, നിന്റെ വീഞ്ഞിറങ്ങട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ശൗമേലിന്റെ 3-ാം അധ്യായത്തിൽ എന്തുകൊണ്ടാണ് ആ കർത്തൃദാസൻ അങ്ങനെ പറഞ്ഞത്? 3-ാം അധ്യായത്തിൽ ഇത് കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് വചനം ദുർലഭമായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു, പുരോഹിതന്റെ കണ്ണ് മങ്ങിപ്പോയിരുന്നു, ആലയത്തിലെ വിളക്ക് കെട്ടുപോയിരുന്നു, പുരോഹിതന്റെ മക്കൾ കൂടാരവാതിക്കൽ പാപം ചെയ്യുന്നു, യാഗത്തിന് കൊണ്ടിരുന്ന മാംസത്തിൽ നിന്ന് നല്ല ഭാഗം അവർ കവർന്നെടുക്കുന്നു. അങ്ങനെ പുരോഹിതന്റെ കണ്ണു മങ്ങിയിരിക്കുന്ന പുരോഹിതന് അതേ പറയുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആ സഹോദരിയുടെ ഒരു സാക്ഷ്യമുണ്ട്. ഇല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളും ഇന്ന് ഓരോരുത്തരും ഓരോ വിഷയത്തിൽ ഭാരത്തിൽ ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവസന്നിധിയിൽ പകരുവാൻ കഴിയുമോ? കല്ല് പോലുള്ളതിനെ പകരുവാൻ കഴിയത്തില്ല. നമ്മുടെ ഹൃദയം കല്ല് പോലുള്ളതാണോ? നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പ്, കയ്പ്, വിദ്വേഷം, ഇതൊക്കെ നമ്മൾ സ്വരൂപിച്ചിവിടെ വന്നിരുന്ന് എത്ര കൈയടിച്ചാലും സ്തോത്രം പറഞ്ഞാലും ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് പകരുവാൻ കഴിയില്ല. അത് ദ്രാവക രൂപത്തിലാകണം, വെള്ളം പോലാകണം. അതുകൊണ്ടാണ് വിലാപത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞു, രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. നമുക്ക് പകരുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ നമ്മൾ യഥാർത്ഥമായി നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നാൽ, ഇവിടെ പറയുന്നു, യഹോവ അവളെ ഓർത്തു. അപ്പോൾ അഭിഷിക്തനും പറയുകയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമെന്ത് അതുപോലെ നടക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ യഥാർത്ഥമായിട്ടാണ് പകരുന്നതെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ ദൈവം പറയുന്നു, നിന്റെ ഹൃദയത്തിൽ എന്താഗ്രഹവുമായിട്ടാണ് നീ ഇവിടെ കടന്നു വന്ന് അതിന്ന് നടക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കാട്ടെ. ഹല്ലേലൂയ. 4-ാം അധ്യായം കൂടെ വായിച്ചാട്ടെ, 4-ാം വാക്യം. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. ദാവീദിന് ചെറുപ്പം മുതലേ നിന്ദകളും പരിഹാസങ്ങളും തൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഉണ്ടായി. 27-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അമ്മയും അപ്പനും എന്നെ ഉപേക്ഷിച്ചു, എന്നാൽ എൻ്റെ കർത്താവോ എന്നെ ചേർത്തു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴും അവനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനം 69:8 അതിലും ദാവീദ് പറയുന്നുണ്ട്, വായിച്ചാട്ടെ. എന്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും, എന്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും, എന്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. ഇവിടെയൊക്കെ അവനൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. വായിച്ചോ. ഇതിൽ അവനെ ഭവനത്തിൽ നിന്ന് തള്ളിക്കളയുമ്പോൾ, സഹോദരങ്ങൾ വെറുക്കുമ്പോഴും അമ്മയപ്പന്മാർ തള്ളിക്കഴിയുമ്പോഴും ഒക്കെ അവനൊരു പ്രത്യാശ ഉണ്ടായിരുന്നു, എന്നെ യഹോവ ചേർത്തുകൊള്ളും. എന്നാൽ 1 ശമൂവേൽ 27 പറയുന്നു, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ മരണപ്പെടുകയുള്ളൂ. പ്രത്യാശ നഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ള ദാവീദാണ് ഗുഹയിലായിരിക്കുന്നത്. അവന് കരയായിരിക്കുവാൻ കഴിയത്തില്ല. അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് യഹോവയോട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ തൻ്റെ അനുഭവമാണ് അവൻ എഴുതി വെച്ചതെങ്കിലും പിൽക്കാലത്തത് കർത്താവിൻ്റെ ഒരു പ്രവചനമായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പ്രവചനമായി, എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശി, എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. 69:20 പറയുന്നു, വല്ലവനും
സഹതാപം തോന്നുമോ എന്ന് വായിച്ചു. നിന്നെ എന്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. സ്തോത്രം. 21 പറയുന്നു, എനിക്ക് തിന്നുവാൻ അവർ കയ്പ് തന്നു, ദാഹത്തിന് അവർ ചൊറുക്ക കുടിപ്പാൻ തന്നു. കർത്താവിനെ പറ്റിയുള്ള ഒരു പ്രവചനമാണ്. ദാവീദ് തന്റെ അനുഭവമായി എഴുതിയെങ്കിലും പിൽക്കാലത്ത് കർത്താവിനെ പറ്റിയുള്ള പ്രവചനമായിരുന്നു അത്. ഹല്ലേലൂയ. എന്നാൽ ഒരു പടിയൂടെ മുൻപോട്ട് പോയിട്ടാണ് ഹല്ലേലൂയ യെശയ്യാ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർ മുളയ്ക്കും പോലെയും അവന്റെ മുൻപാകെ വളരും. അവനിൽ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. നാമോ അവനെ ആദരിച്ചില്ല. സ്തോത്രം. കർത്താവ് ഈ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴും ദാവീദിനെ പോലെ ഉറക്ക നിലവിളിക്കുകയല്ലായിരുന്നു. ഹല്ലേലൂയ. അവൻ ഗത്സമനിയുടെ പച്ചമണ്ണിലേക്ക് വീണ് പ്രാർത്ഥിക്കുകയായിരുന്നു. വായിച്ചാട്ടെ, മത്തായി 26:39. പിന്നെ പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ് വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അവസാന കാലഘട്ടത്തിൽ എല്ലാവരും കർത്താവിനെ വിട്ടുപോയി. കൂടെ സന്തസേകയാരിയായി നടന്ന അപ്പോസ്തലന്മാർ പോലും അവനോട് കൂടെ ഇല്ലായിരുന്നു. അവൻ ഗത്സമനയിൽ ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. എന്നിട്ട് അവിടുന്ന് ഒരു കല്ലേറ് ദൂരത്ത് പോയിട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്. അവൻ കവിണ് വീണു, ഗത്സമനിയുടെ പച്ചമണ്ണിൽ കവിണ് വീണ് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറണം. സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവ്. എന്നാൽ ലൂക്കോസിൽ പറയുന്നു, ഹല്ലേലൂയ, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുള്ളൂ. എന്നാൽ എൻ്റെ കർത്താവ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികളായി. സ്തോത്രം. അവൻ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, ജനത്തിൻ്റെ മൂപ്പന്മാർ, അവരുടെ ചേകവർ, പടയാളികൾ, ജനങ്ങളെല്ലാം ഈ കർത്താവിനെ പിടിക്കുവാൻ അവിടേക്ക് വരുന്നു. പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്ന കർത്താവ് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ നസ്രയനായ യേശുവിനെ തിരയുന്നു. പ്രാർത്ഥിച്ച് ധൈര്യം സംഭരിച്ചെഴുന്നേൽക്കുന്ന കർത്താവിന് പറയുവാൻ കഴിഞ്ഞു, ഹല്ലേലൂയ, ഉൽപ്പത്തിയിൽ സർവ്വതും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അധികാരത്തിൻ്റെ ശബ്ദം. ആലയത്തെ, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, വിൽക്കുന്നവരെയും വാങ്ങുന്നവരെല്ലാം അടിച്ചു പുറത്താക്കിയ അതേ ഗംഭീരമായ സ്വരത്തിൽ പറയുകയാണ്, അത് ഞാൻ തന്നെ. ഹല്ലേലൂയ. ആ ശബ്ദത്തിൻ്റെ മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവർ അവിടെ മറിഞ്ഞു വീണു എന്നാണ് വചനം പറയുന്നത്. നീ ആത്മാർത്ഥമായിട്ടാണോ ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തെ പകരുന്നത്? നീ പ്രാർത്ഥിച്ച് മുഴങ്കാലിൽ എഴുന്നേൽക്കുമ്പോൾ എത്ര ശത്രു നിന്റെ എത്ര പ്രബലനായിക്കൊള്ളട്ടെ, അവൻ നിന്റെ മുൻപിൽ വീണ് തന്നെയാവും. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥനയുടെ ശക്തി അത്രയ്ക്കായിരിക്കണം. ശത്രു നിന്റെ മുൻപിൽ വീണിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദാവീദിനെ പോലെ നമ്മുടെ വിഷമങ്ങളിൽ, നമ്മുടെ ഭാരങ്ങളിൽ ഉച്ചത്തിൽ നിലവിളിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മളെ വളയുന്ന ശത്രുക്കളുടെ മുമ്പാകെ ഉച്ചത്തിൽ കാഹളമൂതണം.
നമ്മുടെ കാഹളം നമ്മുടെ ആരാധനയാണ്, നമ്മുടെ സ്തുതി സ്തോത്രങ്ങളാണ്. നമ്മൾ ഇന്ന് ഏതൊക്കെ പ്രയാസത്തോടെ കടന്നു വന്നെന്ന് അവരവർക്കേ അറിയത്തുള്ളൂ. എന്നാൽ നിന്റെ ഹൃദയത്തെ നീ വെള്ളം പോലെയാക്കി കർത്തൃസന്നിധിയിൽ ഉച്ചത്തിൽ നീ ഹല്ലേലൂയ സ്തോത്രങ്ങൾ പറയുമ്പോൾ ആ സ്തോത്രങ്ങൾ ഓരോന്നും ദൈവസന്നിധിയിൽ സുഖാഗ്രവാസനയായി കടന്നു ചെന്നിട്ട് ദൈവം അതിന്മേൽ പ്രവർത്തിച്ച് നിന്റെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നതായിരിക്കും. അതിനായി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ സംഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.